ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രിയെ അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ മന്ത്രി OR കേളു നടത്തിയത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്താണ് മന്ത്രി സംസാരിക്കുന്നത്. ഒരു തുടക്കക്കാരൻ്റെ മന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസംഗം വന്നിട്ടുള്ള ഒരു തുടക്കക്കാരൻ്റെ പതർച്ച പോലും ഇല്ലാതെയാണ് വളരെ വ്യക്തമായിട്ടാണ് മന്ത്രി തങ്ങളുടെ വകുപ്പിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ള നയസമീപനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നേരത്തെ മെമ്പർമാരെ സൂചിപ്പിച്ച പോലെ 57 ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ അതിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു സാർ. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ അദ്ദേഹം കേരളത്തിൽ വന്ന് കണ്ടതുപോലെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി കേരളത്തിൽ നിലനിന്നിരുന്നു. കർഷകരും കർഷക തൊഴിലാളികളും ആദിവാസികളും നേരിട്ടിട്ടുള്ള കൊടിയ പീഡനങ്ങളും ഉച്ചനീചത്വങ്ങളും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 1957 പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു കുടിക്കിട അവകാശം തന്നെ ഈ അടിസ്ഥാന വിഭാഗത്തിന് ലഭ്യമാക്കുന്നത്. പിന്നീട് സാർവത്രിക വിദ്യാഭ്യാസം തൊട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഈ വിഭാഗത്തോടുള്ള ആദിവാസി വിഭാഗത്തുള്ള ആദ്യത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. സാർ, പിന്നീട് നമുക്കറിയാം 1996 ആണ് നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ ആക്ടിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ആദിവാസി സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ക്ഷേമപ്രവർത്തനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലാണ് എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയത്. അതിൽ നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പരിഗണന ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് ആ ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് നവകേരള മിഷൻ എന്ന് പറയുന്നത്. ആ നവകേരള മിഷൻ മൂന്നാം ഘട്ടത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ നവകേരള മിഷൻ പദ്ധതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എടുക്കുന്ന സമീപനവും നമുക്ക് കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കാലഘട്ടത്തിനനുസരിച്ച് ആദിവാസി വിഭാഗത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ആദിവാസി സമൂഹം എന്ന് പറയുന്നത് കൃഷി മേഖലയും കാർഷിക തൊഴിലാളിയുമായി മാത്രം ജീവിക്കുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തൊഴിലും ഒരു വരുമാന മാർഗമായിരുന്നു അവരത്. പക്ഷെ കാലം മാറിയില്ലേ, ലോകം മാറിയില്ലേ സാർ. അപ്പം കാലം മാറുമ്പോൾ ലോകം മാറുമ്പോൾ ആദിവാസി സമൂഹവും മാറണം, അവരെ മാറ്റണം. ആ മാറ്റുന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നവകേരള മിഷനിൽ ആദിവാസി സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് ചില പദ്ധതികൾ നടപ്പാക്കുന്നത്. അതാണ് മൂന്നാം ഘട്ടത്തിൽ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം. അതിൽ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല. എല്ലാ കാലത്തും ഒരു പശ്ചാത്തലം ഒരിക്കലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, നവകേരള മിഷനിൽ ഇപ്പോൾ എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നവകേരള മിഷനിൽ ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വലിയ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയില്ലാത്ത ജനറൽ വിഭാഗത്തിന് ഭൂമി ലഭ്യമാക്കുന്നത് പോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭൂമി ലഭ്യമാക്കണം. അതിനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് വകുപ്പ് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഈ വകുപ്പ് ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കി ഏറ്റവും കുറഞ്ഞ 5 സെന്റ് ഭൂമിയെങ്കിലും അവർക്ക് ലഭിക്കണം. അതിനുള്ള പദ്ധതി വെച്ചുകൊണ്ട് നമ്മുടെ വകുപ്പ് ആ പദ്ധതി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ആദിവാസി സമൂഹം കൈവശം വഹിച്ചതും അല്ലെങ്കിൽ വനേതരങ്ങളിൽ താമസിക്കുന്നതും അല്ലെങ്കിൽ മെച്ചഭൂമിയിൽ താമസിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് ആ ഭൂമിക്ക് രേഖ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ പദ്ധതിയിൽ കൂടി അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് നമുക്ക് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ച്
വരുന്നത്. മറ്റേതാണിപ്പോൾ അംബേദ്കർ പദ്ധതി. അംബേദ്കർ പദ്ധതിയിൽ ഇപ്പോൾ എല്ലാ MLA-മാരും ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു, എല്ലാ മണ്ഡലത്തിലും നടപ്പാക്കുന്നുണ്ട്. ചില മന്ദഗതികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ശക്തിപ്പെടുത്തുന്നതിന് സമീപധ്യമായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ബഡ്ജറ്റിൽ 100 കോടി രൂപയാണ് സാർ നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. പിന്നെയുള്ളത് ഭവന നിർമ്മാണത്തിൻ്റെ കാര്യമാണ്. ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഭവന നിർമ്മാണം ഒരു പേരിലാണ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗത്തിന് അങ്ങനെ ഒരു ഭവന നിർമ്മാണമില്ല. പക്ഷെ പൊതുവെ ലൈഫ് ഭവന പദ്ധതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആ പദ്ധതിയിൽ കൂടി നമ്മൾ ഏകദേശം 3 കാലത്തിൻ്റെ ഉള്ളിൽ 1078 കോടി രൂപ ലൈഫ് പദ്ധതി വഴി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു സാർ. 24-25 വർഷത്തിൽ നമ്മൾ 440 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ നമ്മൾ 1,23,362 വീടുകളാണ് സാർ നമ്മൾ ഈ പട്ടികവർഗ വിഭാഗത്തിന് നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. അടുത്ത 2 വർഷത്തിനകം നമുക്ക് ഇനി 2 വർഷമാണ് ഗവൺമെന്റ് സംബന്ധിച്ച് മുമ്പിലുള്ളത്. ആ 2 വർഷത്തിനകം ഇനിയും വീട് ലഭിക്കാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 440 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നമുക്ക് ശേഷിക്കുന്ന കുടുംബത്തിന് കൂടി വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് വകുപ്പും ഗവൺമെന്റ് ശ്രമിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റേതാണ് ഈ സേവ് പദ്ധതി. ഇപ്പോൾ നേരത്തെ രാവിലെയും സബ്മിഷനൊക്കെ ചോദിച്ചു, പല വീടുകളും പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. അപ്പം അത്തരം വീടുകൾ നമുക്ക് സമീപസ്ഥമായിട്ട് നമുക്ക് പൂർത്തീകരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപ്രകാരം നമ്മൾ 17,829 വീടുകളാണ് സാർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പുതുക്കി പണിത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറ്റൊരു കാര്യമാണ് സാർ ഇവിടെ ഉള്ളത് പഠനമുറി. ഇപ്പോൾ പഠനമുറി സംബന്ധിച്ച് എന്താണ് പഠനമുറി സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ഈ തദ്ദേശീയ ജനവിഭാഗത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ചെറിയ വീടായിരിക്കും. ആ ചെറിയ വീടാകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സംവിധാനം കൂടി ഒരുക്കി ഒരു പഠനമുറി എന്ന നിലയ്ക്ക് നമ്മൾ ആ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ കാണുന്നത്. അതൊരു വലിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് സാർ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ 9,811 പഠനമുറികൾ നമ്മൾ ഈ കാലയളവിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ. പട്ടികവർഗക്കാർക്കായി 364 സാമൂഹ്യ പഠനമുറികളും ഇതുവരെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഇവിടെ ചർച്ചയിൽ വന്ന കാര്യം ABCD സംബന്ധിച്ച്. ഇപ്പോൾ ABCD സംബന്ധിച്ച് ആദ്യമായിട്ട് വയനാട് ജില്ലയിലാണ് സാർ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആ പദ്ധതി നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2018-ലും 2019-ലും നമ്മൾക്കറിയാം നമ്മുടെ കേരളം നേരിട്ട പ്രളയം. ആ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാവരുടെയും അങ്ങനെയാണ് ഏകദേശം എല്ലാവരുടെയും നമ്മുടെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ ഈ ആദിവാസി സമൂഹത്തിൻ്റെയാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ട ആ രേഖകൾ തിരിച്ചെടുക്കാൻ അവർക്ക് വലിയ പ്രയാസങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ABCD പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ല നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം ശേഷിക്കുന്ന എല്ലാ ജില്ലകളിലും ആ ABCD പദ്ധതി നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രേഖകളെല്ലാം തന്നെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും സാർ. മറ്റൊന്നാണ് നമ്മുടെ വകുപ്പ് നടപ്പാക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി സാർ. തൊഴിൽ പരിശീലന പരിപാടി കേരള എംപവർമെന്റ് സൊസൈറ്റി, ട്രേസ്, ജ്വാല ഇങ്ങനെയുള്ള സംരംഭകത്വ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട് സാർ. ഇപ്പോൾ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് KDESC. എല്ലാവർക്കും തൊഴിലും എല്ലാവർക്കും വരുമാനം എന്നുള്ളത് നമ്മുടെ ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു പോളിസിയാണ്. ആ പൊതു പോളിസിയിൽ നമ്മുടെ ഈ അടിസ്ഥാന വർഗത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ അവരെ കൂടി നമുക്ക് ഒരു സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമുക്ക് അവരെ ഒരു തൊഴിൽ മേഖലകളിലേക്ക് നമ്മൾ തിരിച്ചുവിടുന്നത്. നമ്മൾ 250 പട്ടികവർഗ വിദ്യാർത്ഥികളെ ഓണറേറിയത്തോടു കൂടി നമ്മൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു ഉദാഹരണമാണ് സാർ ഞങ്ങൾ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ പഞ്ചായത്തുകളിലേക്ക് 500 അക്രഡിറ്റ് എഞ്ചിനീയർമാരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് സാർ. ഈ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 500
പട്ടികവർഗക്കാരെ കണ്ട് അവർക്ക് പരിശീലനം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവരെ പഞ്ചായത്തുകളിലേക്ക് വിന്യസിച്ചിട്ടുള്ളത്. അതൊരു പദ്ധതിയാണ് സാർ. അതേപോലെ തന്നെയാണ് സാർ നമ്മൾ ആരോഗ്യ മേഖലയിലും ഇതേ രീതിയിലുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കി. പാരാമെഡിക്കൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് വിന്യസിച്ച് അവർക്ക് തൊഴിൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിച്ചു. അതേപോലത്തെയാണ് മറ്റൊന്ന് ഇപ്പോൾ അവസാനമായിട്ട് ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളതാണ് 500 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ പരിശീലനമൊക്കെ കൊടുത്ത് നമ്മൾ ഒരു ജോലി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇന്നോവേഷൻ, അതായത് KDESC പോലെയുള്ള തൊഴിലും വരുമാനം കിട്ടുന്ന ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കിയിട്ടുണ്ട് സാർ. മറ്റൊന്നാണ് എക്സൈസ് വകുപ്പിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. സാർ പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പരിശീലന പരിപാടികളും ഈ വലിയ തരത്തിലുള്ള ഈ ട്രെയിനിങ്ങും അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസം 717 പേർക്കാണ് നമ്മൾ വിദേശത്തേക്ക് നമ്മൾ കുട്ടികളെ വിട്ടിട്ടുള്ളത്. ആ കുട്ടികൾക്ക് 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളെ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിപ്പിച്ച് അത്തരം രാജ്യങ്ങളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് സാർ. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലക്ഷം ഗ്രാൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ ഇതിനൊക്കെ വിഘാതമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചില തടസ്സങ്ങളുണ്ട് സാർ. അതാണ് നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് 2.5 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്ന കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി എല്ലാം നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നമുക്കിതിനൊക്കെ ബാൻ ചെയ്തു എങ്കിലും അതിൻ്റെ എല്ലാ ഭാരവും ഈ കേരളത്തിലെ ഗവൺമെൻറ് ചുമന്നുകൊണ്ട് തന്നെയാണ് സാർ നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നതും. പിന്നെ മറ്റൊന്നാണ് നമ്മൾ സിവിൽ സർവീസിൽ നമ്മൾ കുട്ടികളെ അതിന് പുറമെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏത് കേന്ദ്ര അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് IAS കോച്ചിങ്, IPS കോച്ചിങ്, IRS കോച്ചിങ്, ഇങ്ങനെയുള്ള കോച്ചിങ്ങുകൾ നമ്മൾ പൂർണ്ണമായും സൗജന്യ നിരക്കിൽ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും, അങ്ങനെയാണ് സാർ, കേരളത്തിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ഏത് യൂണിവേഴ്സിറ്റികളിലും ഏത് സ്ഥാപനത്തിലും ചേർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നാണ് വിദ്യാവാഹിനി പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ സ്കൂളിൽ എത്തുന്നില്ല, ചിലപ്പോഴും വാഹന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കുട്ടികളെ നിർബന്ധമായും സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാവാഹിനി പദ്ധതി നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രഭാത ഭക്ഷണ പരിപാടി നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്, സ്കൂൾ യൂണിഫോം പോലുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ചെറുപ്പത്തിലേ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനും തുടർന്ന് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഒരു ജോലി വരുമാനം നേടുന്ന രീതിയിലേക്ക് വളരെ നേരത്തെ തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, വിദ്യാവാഹിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ ഒരു പുതിയ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തെ ഈ വിദ്യാവാഹിനി ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. പിന്നെയാണ് ഈ അധിക തൊഴിൽ ദിനം ട്രൈബൽ പ്ലസ് പദ്ധതി സാർ. ഇപ്പോൾ ട്രൈബൽ പ്ലസ് പദ്ധതി നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു കുടുംബത്തിന് ഒരു വർഷം 100 തൊഴിൽ ദിനമാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു 100 തൊഴിൽ ദിനം മാത്രം കൊണ്ട് അവർക്ക് തൊഴിലും വരുമാനം ലഭിച്ചുകൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അടിസ്ഥാന വർഗമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിന് കൂടി ഒരു 100 പണി കൂടി അധികം കൊടുക്കണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം 100 തൊഴിൽ ദിനവും കേരളത്തിൻ്റെ 100 തൊഴിലും കൂടി 200 തൊഴിൽ ദിനങ്ങൾ ഒരു വർഷം നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 200 തൊഴിൽ നമുക്ക് ഒരു കുടുംബത്തിന് ലഭ്യമാക്കിക്കൊണ്ട് ഈ കുടുംബത്തിന് ജോലിയും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിച്ചാൽ ഏകദേശം 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 അധിക തൊഴിൽ ദിനങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. 8 വർഷം കൊണ്ട് 53,18,521 തൊഴിൽ ദിനങ്ങളാണ് സാർ നമ്മൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ ചുരുക്കം പിന്നെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു, ആകാശവീഥികളിലെ നമ്മളെ കുട്ടികളെ പൈലറ്റുമാരാക്കാനും എയർ ഹോസ്റ്റർമാരുമാക്കാനുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്.
പിന്നെ MRS ഹോസ്പിറ്റലുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്തുന്ന കാര്യം ഇതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സാർ. പക്ഷേ ആ കുട്ടികളുടെ കാലാനുസൃതമായി അവരുടെ മെസ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി സാധിക്കും. സാർ പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ ഈ എന്നൂർ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പട്ടികവർഗ മേഖലകളിൽ ഈ ഇതിന് പുറമെ ഒരു തൊഴിലും വരുമാനം ഉണ്ടാക്കാൻ എന്നൂർ പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള പട്ടികവർഗ മേഖലകളിൽ നമുക്ക് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള കാര്യങ്ങളും വകുപ്പ് പരിശോധിക്കുന്നതാണ്. സർ പറയാം അത് ലാസ്റ്റ് പറയാം. പിന്നെ ഇവിടെ എല്ലാ നമ്മുടെ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ്. അത് നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഒരു വീടും ഒരു പട്ടികവർഗ വീടും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള നേരത്തെ തന്നെയുള്ള സമ്പൂർണ്ണ വൈദ്യുതീകരണം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും പുതിയ പുതിയ വീടുകൾ വരുമ്പോൾ വീണ്ടും വൈദ്യുതി എത്താത്ത വീടുകളുണ്ട്. ഇപ്പോൾ വൈദ്യുതി മന്ത്രിയും വകുപ്പുമായി ചേർന്നുകൊണ്ട് നമ്മൾ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ആറളപ്പാം പോലെയുള്ള സ്ഥലത്ത് ആനയുടെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 53 കോടി രൂപയാണ് നമ്മുടെ പദ്ധതിയിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. എടമലക്കുടീൻ്റെ വിഷയങ്ങൾ നമുക്കറിയാം, നേരത്തെ സംസാരിച്ചു. ഏകദേശം 14 കോടി രൂപയോളം മുടക്കിക്കൊണ്ടാണ് ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് നമ്മൾ ഒരു പുതിയ റോഡ് നമ്മൾ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കാറ്റാടി സംബന്ധിച്ച പദ്ധതി, കാറ്റാടി നമ്മുടെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ചില വൈകല്യങ്ങൾ കാരണം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കാറ്റാടി. പിന്നെയുള്ളത് കൈത്താങ് പോലെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല സാർ. പിന്നെയുള്ളത് ഇവിടെ പറഞ്ഞ നമ്മുടെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജാണ് സാർ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ മുൻ മന്ത്രിയും അനിൽകുമാറും MLA ഒക്കെ ഇവിടെ സൂചിപ്പിച്ച്, ശാന്തകുമാരി MLA ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങൾ മന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം തന്നെ വളരെ വേഗത്തിൽ ഞാൻ കാര്യങ്ങൾ പരിശോധിച്ചു. അവിടെ ചുമതലയുള്ള ഡോക്ടറെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പഠിച്ചു. സഭ കഴിഞ്ഞതിന് ശേഷം ആ കാര്യത്തിലേക്ക് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തും. അവിടെ IP ഓഡിറ്റിൻ്റെ കെട്ടിടം അവിടെ നിർമ്മിച്ചു എങ്കിലും 85% മാത്രമാണ് അവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. അത് വേഗം തന്നെ ഇടപെട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ IP നമുക്ക് അവിടെ തന്നെ തുടങ്ങാൻ വേണ്ടി സാധിക്കും. കേരള ആരോഗ്യ വകുപ്പ് ഒരു നഴ്സിംഗ് കോളേജ് തന്നെ ഇപ്പോൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പടിപടിയായി ആ കോളേജിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അതിലേക്ക് നടത്തും എന്നുള്ളതാണ് ചുരുക്കി ഇവിടെ ഞാൻ പറയുന്നത്. മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്ന എല്ലാ MLA-മാരും നല്ല ഒരു ചർച്ചയും കാര്യങ്ങളും നടത്തി ഈ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയും ആരോഗ്യപരമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഡിമാൻഡ് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.